സൗന്ദര്യവും ഔഷധ ഗുണവും നിറഞ്ഞ ഒരു നിത്യഹരിത ചെടിയെക്കുറിച്ചാണ് ഇന്ന് വിവരിക്കുന്നത്. ഏവരെയും യു പ്ലാന്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിങ്കാറോസ് അഥവാ നിത്യകല്യാണി എന്നറിയപ്പെടുന്ന കതറാന്തസ് എന്ന ചെടിയെക്കുറിച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കതറാന്തസ് എന്ന ഈ ചെടി വളരെ പരിചിതമായ നമ്മുടെ വീടുകളിലും ഔഷധ തോട്ടങ്ങളിലും കാണപ്പെടുന്ന ഒരു നിത്യഹരിത സസ്യമാണ്. ഇത് അപ്പോസൈനാസിയെ എന്ന കുടുംബത്തിൽപ്പെടുന്നതാണ്. സാധാരണയായി നിത്യോത്സവം, നിത്യപൂവൻ, നിത്യോസ്തി, സദാപുഷ്പി, ചെറുപൂവ്, വിങ്കാറോസ്, നിത്യകല്യാണി എന്നിങ്ങനെയുള്ള പല പേരുകളിലായാണ് ഈ ചെടി അറിയപ്പെടുന്നത്. ശാസ്ത്രീയമായി ഇത് കതറാന്തസ് റോസിയോസ് എന്നാണ് അറിയപ്പെടുന്നത്. പൂക്കളുടെയും ഇലകളുടെയും സൗന്ദര്യം കാരണം അലങ്കാര സസ്യമായും ഔഷധ സസ്യമായും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. കതറാന്തസ് സസ്യത്തിന്റെ ജന്മദേശം മഡഗാസ്കർ ദ്വീപാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് കേരളത്തിലും കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലും ഈ ചെടി വീടുകളുടെ ചുറ്റും നട്ടുവളർത്തി വരുന്നു. കതറാന്തസ് എന്ന ഈ ചെടി 2 വർഷം വരെ വളരാൻ കഴിയുന്ന ചെടിയാണ്. ഈ ചെടിയുടെ ഉയരം സാധാരണയായി 30 മുതൽ 100 സെന്റിമീറ്റർ വരെ ആയിരിക്കും. എല്ലാ കാലാവസ്ഥയിലുമായി പൂക്കൾ ഉണ്ടാകുന്നതുകൊണ്ട് നിത്യോത്സവം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പൂക്കളിന് മധുരമായ മണമില്ലെങ്കിലും അതിന്റെ സൗന്ദര്യം വളരെ ആകർഷകമാണ്. കതറാന്തസ് എന്ന ഈ സസ്യം പ്രധാനമായും അതിന്റെ ഔഷധ ഗുണങ്ങൾ കൊണ്ടാണ് ലോകമാകെയുള്ള ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. പ്രത്യേകിച്ച് ക്യാൻസർ ചികിത്സയിലേക്ക് ഇത് വലിയ സംഭാവന നൽകുന്നു. ഇതിൽ നിന്നും നിർമ്മിക്കുന്ന 2 പ്രധാന ഔഷധ രസങ്ങളാണ് വിൻബ്ലാസ്റ്റൈനും വിൻക്രിസ്റ്റൈനും. ഇവ ക്രമമായി ലുക്കീമിയ, ഹോഡ്ജ്കിൻസ് ഡിസീസ്, ബ്രസ്റ്റ് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സക്കായി ഉപയോഗിക്കുന്നു. ഇതുപോലെ തന്നെ ഉച്ചരക്തസമ്മർദ്ദം, ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്കും ഉപയോഗിച്ചു വരുന്നുണ്ട്. എന്നാൽ അത്യന്തം പരിചയസമ്പന്നരായ വൈദ്യർ വഴിയുള്ള ഉപയോഗം മാത്രമാണ് ശുപാർശ ചെയ്യുന്നത്. കതറാന്തസ് എന്ന ഈ ചെടി വളർത്താൻ വളരെ എളുപ്പമുള്ളതാണ്. നല്ല ചാണകവളമുള്ള മണ്ണ്, കാഴ്ചക്ക് വെയിൽ ലഭിക്കുന്ന സ്ഥലം എന്നിവയിൽ സസ്യം നന്നായി വളരും. സൂര്യപ്രകാശം മതിയായിരിക്കുക. അതിൽ കൂടുതൽ തണൽ ഉണ്ടെങ്കിൽ പൂക്കളില്ലാതെ വെറുതെ ഇലകൾ മാത്രം ആയിത്തീരാം. വെള്ളം നന്നായി നൽകേണ്ടതില്ല. ഓവർ വാട്ടറിംഗ് ചെയ്താൽ വേരുകൾ കേടാവാൻ സാധ്യതയുണ്ട്. വലിയ പരിചരണം വേണ്ടാത്തതിനാൽ ബൾക്കായാണ് ഈ സസ്യങ്ങൾ മരുന്ന് കമ്പനികൾ വളർത്തുന്നത്. സാധാരണയായി വിത്തുകളിലൂടെ പ്രജനനം നടപ്പിലാക്കി വരുന്നു. പുഷ്പങ്ങളുടെ നിറങ്ങളും രൂപവും നോക്കുമ്പോൾ കതറാന്തസ് ഒരു ഭംഗിയുള്ള അലങ്കാര സസ്യമായി മാറുന്നു. വീടിന്റെ വശങ്ങളിലും തോട്ടങ്ങളിലും പാർക്കുകളിലും റോഡിന്റെ ഇരുവശങ്ങളിലും ഈ ചെടിയെ നട്ടുപിടിപ്പിക്കാറുണ്ട്. പൂക്കളുടെ നിലനിൽപ്പും എളുപ്പത്തിൽ വളരുന്ന സ്വഭാവം മൂലം ഇത് മിക്കവാറും എല്ലാവർക്കും പ്രിയപ്പെട്ടതായി തീർന്നിട്ടുണ്ട്. സ്ഥലങ്ങളിലും പുഷ്പങ്ങൾ പൂജക്കായും അലങ്കാരങ്ങൾക്കായും ഉപയോഗിച്ചു വരുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ അതിന്റെ നിത്യപുഷ്പം എന്ന പേര് പോലെ തന്നെ നിത്യവും പൂക്കുന്ന സസ്യമായാണ് കണക്കാക്കപ്പെടുന്നത്. സൗന്ദര്യവും ഔഷധ ഗുണങ്ങളും ചേർന്ന ഒരു അതുല്യ സസ്യമാണ് കതറാന്തസ്. ഈ സസ്യം നമ്മുടെ വീടുകളിൽ തന്നെ വളർത്തി സൂക്ഷിക്കുന്നതിലൂടെ ഒരു സുന്ദര പരിസ്ഥിതിയും ആരോഗ്യകരമായ ഭാവിയും നമുക്ക് ഉണ്ടാവുന്നതാണ്. നമ്മുടെ പ്രകൃതിയിലെ ഇത്തരത്തിലുള്ള സസ്യങ്ങളെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഓരോരുത്തരും ശ്രമിക്കേണ്ടത് അനിവാര്യമായ ഒന്നാണ്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. Thanks for watching in this video.